ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ചേമ്പും തണ്ടും പൂളക്കിഴങ്ങും കൂടിയ ഒരു കറിയാണ് കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നാടൻ കറികളാണ് ഇതൊക്കെ. അതിനായിട്ട് ഉമ്മ ഇവിടെ പൂളക്കിഴങ്ങ് നന്നാക്കി എടുക്കുന്നുണ്ട്. ഉമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഉമ്മയാണ് ഈ കറിയൊക്കെ തയ്യാറാക്കുന്നത്. ഉമ്മക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പും തണ്ട് ഇപ്പോൾ മുറിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ ചേമ്പും തണ്ടും പൂളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് വാരിയിടാം. കുക്കറിലോട്ട് മുഴുവൻ വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. 2 വിസിലൊക്കെ അടിച്ച് എയറൊക്കെ മുഴുവൻ കളഞ്ഞ് ഇവിടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് നല്ല പൊട്ടി വന്ന ശേഷം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളി നന്നായി വണക്കിയെടുക്കുക. വണങ്ങിയ ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ല വണക്കിയ ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പും തണ്ടും പൂളക്കിഴങ്ങും കൂടിയുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴയ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള കറിയൊക്കെ കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് ആദ്യമൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.